നമസ്കാരം. ലേറ്റസ്റ്റ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദുബായിലൊരു ഉത്സവം നടന്നു. ഉത്സവമല്ല, മഹാപൂരം. UAEയുടെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഓർമ്മ ദുബായ് സംഘടിപ്പിച്ച കേരളോത്സവത്തിൻ്റെ ജനത്തിരക്ക് സംഘാടകരെ പോലും അമ്പരപ്പിച്ചു. ഓർമ്മ എന്ന് പറയുന്നത് UAEയിലുള്ള മലയാളികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ്. ഈ സംഘടന എല്ലാ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മലയാളികളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവാസി സംഘടനയാണ്. ഇവിടെ കേരളത്തിൻ്റെ ഒരു റീപ്രൊഡ്യൂസ് ചെയ്യാണ്, കേരളത്തിലെ ഒരു പൂരം റീപ്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ ഓർമ്മ ഇന്ന് അമിറ്റി ഇൻ്റർനാഷണൽ സ്കൂളിൽ ഇന്നും ഇന്നലെയായിട്ട് നടക്കുന്ന പരിപാടി. അതിൽ മലയാളം മിഷൻ്റെ സ്റ്റാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മലയാളം മിഷൻ എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സംഘടനാ സംവിധാനമാണ്. കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ ചെയ്ത ഒരു സംവിധാനം. അതിൻ്റെ സ്റ്റാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 2 ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവിടെ സാഹിത്യവേദിയുടെ സ്റ്റാളിൽ പരിപാടികൾ നടക്കുന്നുണ്ട്. 2 വേദികളിലായിട്ട് ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ആനയുണ്ട്, കുടമാറ്റമുണ്ട്, പിന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. പിന്നെ കുട്ടികളും വലിയവരും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. കേരളോത്സവത്തിൽ ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ പങ്കെടുക്കുന്നത്. മലയാളികൾക്കിടയിൽ കേരളത്തിൽ നടക്കുന്ന വലിയ ഉത്സവങ്ങളെക്കാൾ പ്രൗഢിയോടുകൂടെ ഇവിടെ UAEയിലെ മലയാളികൾക്ക് അത്തരം ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ വിവിധതരം ബുക്ക് സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും. പുസ്തകമേളയുണ്ട്, അതിൻ്റെ ഇടയിൽ പൂരമുണ്ട്. എന്തൊക്കെ തനത് കലകൾ കേരളത്തിലുണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പം നിൽക്കുന്നത് മലയാളം മിഷൻ്റെ സ്റ്റാളിലാണ്. ഇവിടെ കുട്ടികളുടേതും മുതിർന്നവരുടേതുമായിട്ടുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. അന്യനാട്ടിലെ മലയാള ഭാഷയെ ഇത്ര കണ്ട് പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല. അത് മലയാളം മിഷൻ്റെ ദുബായ് ചാപ്റ്ററിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു.
ഞാനറിഞ്ഞില്ല വേനലും വെയിലും. ഒരു സാംസ്കാരിക സംഘടന എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ചലച്ചിത്ര സംവാദങ്ങളും കവിയരങ്ങുകളും സെമിനാറുകളും പടപ്പാട്ടുകളും അങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികളുമൊക്കെ. സഹോദരാനാം കേട്ട ദീർഘമുദ്രാവാക്യം തോൽക്കയില്ല തോൽക്കുവാനോ മനസ്സില്ല തോറ്റുമെങ്കിൽ തോറ്റുകാലം തോൽക്കയില്ല തോൽക്കുവാനോ മനസ്സില്ല തോറ്റുമെങ്കിൽ തോറ്റുകാലം. ഓർമ്മയ്ക്ക് ഓർമ്മയുടെ സംഘാടകർക്ക് അഭിമാനിക്കാം ദുബായിയുടെ ചരിത്രത്തിലെ ഇത്രയും ജനത്തിരക്കേറിയ ഈ മഹോത്സവത്തിൻ്റെ വിജയത്തിൽ. അടുത്ത കേരളോത്സവത്തിലേക്കുള്ള കാത്തിരിപ്പിന് തുടക്കം കൂടിയാണ് ഈ കേരളോത്സവത്തിൻ്റെ സമാപനം.